നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, അതായത് രണ്ടാം കൃതിയിലുള്ള ഒരു പോളിനോമിയലിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുക എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഗ്രാഫിൻ്റെ ആകൃതിയും നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമുക്ക് ഒരു രണ്ടാം കൃതിയിലുള്ള പോളിനോമിയൽ, അതായത് സെക്കൻഡ് ഡിഗ്രിയുള്ള ഒരു പോളിനോമിയലിൻ്റെ ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അത് ഏത് പോളിനോമിയലാണ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം. ഇതാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഒന്നാം കൃതി പോളിനോമിയൽ ചെയ്തല്ലേ, അതേ രൂപത്തിൽ തന്നെ ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഏത് പോളിനോമിയലിൻ്റെ ഗ്രാഫാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 221 ഒരു 2-3 ചോദ്യങ്ങളുണ്ട്, അതൊന്നൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഇവിടെ നമുക്ക് നോക്കിയേ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലേ. ഇതപ്പോൾ ഗ്രാഫ് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് എന്താണ് ഒരു രണ്ടാം കൃതിയിലുള്ള പോളിനോമിയലിൻ്റെ ഗ്രാഫാണിത് അല്ലേ. അപ്പോൾ നമ്മോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഇതിൻ്റെ പോളിനോമിയൽ, അതായത് ബഹുപദ രൂപം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം രണ്ടാകൃതിയിലുള്ള ഒരു പോളിനോമിയൽ ആവുമ്പോൾ അതിൻ്റെ രൂപം എന്താണ്, പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ax² പ്ലസ് bx പ്ലസ് c അല്ലേ. ഇതാണ് നമ്മുടെ പൊതുവായ രൂപം. അപ്പോൾ ഇത് ഒരു രണ്ടാകൃതിയിലുള്ള അല്ലേ, സെക്കൻഡ് ഡിഗ്രിയിലുള്ള ഒരു പോളിനോമിയലിൻ്റെ രൂപമാണ് ax² പ്ലസ് bx പ്ലസ് c. അപ്പോൾ നമുക്ക് ഈ പോളിനോമിയൽ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഈ ഗ്രാഫിൽ നിന്ന്. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണ്ടി വരും ഇതിൽ, എ കണ്ടുപിടിക്കണം, ബി അറിയണം, സിയും അറിയണം അല്ലേ. അപ്പോൾ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോളിനോമിയൽ ഏതെന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഇതിൽ നമ്മൾ ഇതൊക്കെ നമുക്കറിയാം ഇത് പി ഓഫ് എക്സ് അല്ലേ. ഇവിടെ പി ഓഫ് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ 0 ആയി പോകും അല്ലേ. ax² എന്ന് പറഞ്ഞാൽ a × 0², അപ്പോൾ അത് 0 ആയി. b × x എന്ന് പറഞ്ഞാൽ b × 0, അതും 0 ആയി അല്ലേ. അപ്പോൾ നമുക്ക് അവസാനം കിട്ടിയത് ഏതായിരിക്കും, c മാത്രമേ ആയിരിക്കും വരിക അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, p ഓഫ് 0, ഇതിൽ നിന്ന് p ഓഫ് 0 കണ്ടുപിടിക്കുക. അതായത് p ഓഫ് 0, അതായത് എക്സിന്, ഇതിൻ്റെ അർത്ഥം എന്താണ്, എക്സിന് 0 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും അല്ലേ. നമ്മൾ മുമ്പ് ഒന്നാം കൃതിയിൽ ചെയ്ത പോലെ തന്നെ. അപ്പോൾ നോക്കിയാൽ എക്സിന് 0 കൊടുക്കുമ്പോൾ, അപ്പോൾ നമുക്കറിയാം നോക്കിയാൽ ഇതാണ് എക്സ് അല്ലേ, ഇതാണ് നമ്മുടെ ഗ്രാഫ്, പി ഓഫ് എക്സിൻ്റെ ഗ്രാഫ് ഇതാണ് എക്സ്. അപ്പോൾ എക്സിന് നമ്മൾ 0 കൊടുക്കുമ്പോൾ നമുക്ക് പി ഓഫ് എക്സ് എത്രയാണ് കിട്ടുന്നത്, 3. ക്ലിയർ ആയില്ലേ. അപ്പോൾ നമുക്ക് പി ഓഫ് 0, അപ്പോൾ എക്സിന് നമ്മൾ 0 കൊടുത്തു, അപ്പോൾ പി ഓഫ് 0 ഇസ് ഈക്വൽ ടു എത്ര കിട്ടി നമുക്ക്, ഗ്രാഫിൽ നിന്ന് 3. ഇനി നമുക്ക് മുമ്പ് ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം, പി ഓഫ് 0 അല്ലേ. അപ്പോൾ നമ്മൾ എക്സിന് പകരം 0 കൊടുക്കും അല്ലേ. അപ്പോൾ a × x² 0² പ്ലസ് b × 0 പ്ലസ് c ഈക്വൽ ടു എത്രയാണ് നമുക്ക് കിട്ടിയത്, 3. അപ്പോൾ a × 0² എന്ന് പറഞ്ഞാൽ 0 പ്ലസ് b × 0 എന്ന് പറഞ്ഞാൽ 0 പ്ലസ് c അല്ലേ, ഈക്വൽ ടു 3. അതായത് സിയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി, 3. അപ്പോൾ നമുക്കിതിൽ നോക്കിയാൽ സിയുടെ വാല്യൂ കിട്ടി 3. ഇനി നമുക്ക് ബിയും കിട്ടണം എയും കിട്ടണം അല്ലേ. എക്സിന് അടുത്ത വാല്യൂ കൊടുത്ത് നോക്കാം, എക്സ്, ഇതാണ് എക്സിൻ്റെ വാല്യൂ അല്ലേ. എക്സിന് നമുക്ക് 1 കൊടുക്കുമ്പോൾ, എക്സിന് നോക്കിയാൽ എക്സിന് 1 കൊടുത്തപ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ എത്രയാണ്, ഇങ്ങനെ വന്ന് അല്ലേ, ഇങ്ങനെ പോകുന്നു. പി ഓഫ് എക്സിൻ്റെ വാല്യൂ ഇവിടെ നോക്കിയാൽ 0 അല്ലേ. അപ്പം നമ്മൾ എക്സിന് 1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത്, 0. അപ്പോൾ നമുക്ക് പിന്നെ അത് എഴുതാം. അപ്പോൾ ഇങ്ങനെ എഴുതാം, പി ഓഫ് 1, എക്സിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, 0 കിട്ടി അല്ലേ. അപ്പോൾ ഇനി ഇവിടെ എന്ത് വേണം, എക്സിൻ്റെ സ്ഥാനത്തൊക്കെ നമ്മൾ 1 കൊടുക്കുക. അപ്പോൾ a × 1² പ്ലസ് b × 1 പ്ലസ് c ഈസ് ഈക്വൽ ടു 0. അപ്പോൾ a × 1² അല്ലേ, 1² എന്ന് വെച്ചാൽ 1, a × 1 എന്ന് വെച്ചാൽ a തന്നെ, a പ്ലസ് b × 1 b പ്ലസ് c ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് നോക്കിയാൽ സിയുടെ വാല്യൂ നമുക്കറിയാം അല്ലേ. സിയുടെ വാല്യൂ എത്രയാണ്, നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സിയുടെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത്, c ഈക്വൽ ടു 3 അല്ലേ. a പ്ലസ് b പ്ലസ് സിക്ക് പരം എന്ത് എഴുതാം, c ഈക്വൽ ടു 3 ആണ് അല്ലേ. അപ്പോൾ 3 ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ നിന്ന് a പ്ലസ് b ഈക്വൽ ടു ഈ 3 അങ്ങോട്ട് പോകുമ്പോൾ -3 ഇങ്ങനെ കിട്ടി. അപ്പോൾ നമുക്കിതൊരു ഇക്വേഷൻ നമ്പർ 1 അങ്ങനെ എടുക്കട്ടെ. നമുക്ക് എന്താണ് ചെയ്യേണ്ട പോലെ, നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ പോകണം. അപ്പോൾ ഇവിടെ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് എക്സിന് അടുത്ത വാല്യൂ കൊടുത്ത് നോക്കിയാൽ 2 കൊടുക്കുമ്പോൾ, എക്സിന് 2 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് ഏതാണ്,
-1 അല്ലേ. അപ്പോൾ ഒന്നുകിൽ നമുക്ക് അത് എഴുതാം, P of 2 is equal to -1 എഴുതാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് അടുത്ത് എന്ത് എഴുതാം, P of 3 അല്ലേ. എക്സിന് 3 കൊടുക്കുമ്പോൾ വാല്യൂ എത്രയാണ്, വാല്യൂ അപ്പോഴും 0 തന്നെയാണ് വരുന്നത് അല്ലേ. 1 കൊടുക്കുമ്പോഴും 3 കൊടുക്കുമ്പോഴും 0 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതോ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ P of 3 അടുത്തത് P of 3 എഴുതാണെങ്കിൽ P of 3 is equal to 0. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, P of 3 ആണ് 0 അല്ലേ. അപ്പോൾ നമുക്ക് എക്സിൻ്റെ സ്ഥാനത്തൊക്കെ എന്ത് കൊടുക്കാം, 3 കൊടുക്കാം. അപ്പോൾ A ഇൻറ്റു ഇവിടെ ചെയ്ത അതേപോലെ തന്നെ A ഇൻറ്റു ഇവിടെ 3 സ്ക്വയർ എക്സ് സ്ക്വയർ 3 സ്ക്വയർ പ്ലസ് B ഇൻറ്റു 3 B ഇൻറ്റു 3 പ്ലസ് C ഈക്വൽ ടു 0. ഇനി A ഇൻറ്റു 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 പ്ലസ് B ഇൻറ്റു 3 പ്ലസ് സിയുടെ വില നമുക്കറിയാം 3 ഈക്വൽ ടു 0. ഇനി A ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 9A പ്ലസ് B ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3B പ്ലസ് 3 ഈക്വൽ ടു 0 അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പെയർ ഓഫ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് സമവാക്യ ജോഡികൾ എന്ന ചാപ്റ്ററിൽ നമ്മളത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്കിതിനൊന്നും കൂടി ചെറുതാക്കാൻ ലഘൂകരിക്കാൻ പറ്റില്ല. എന്ത് ചെയ്താൽ മതി നോക്കിയാൽ, ഇതിൽ 3 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഉത്തരത്തിലൊരു കുഴപ്പമൊന്നുമില്ല, നമുക്ക് കുറച്ചും കൂടി സൗകര്യം, അത്രയേ ഉള്ളൂ. അപ്പോൾ നോക്കിയാൽ 9A 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 9/3 3 അല്ലേ. അപ്പോൾ ഇവിടെ 3A പ്ലസ് ഇതിന് 3 ക്യാൻസൽ ചെയ്ത് ബാക്കി B പ്ലസ് 3 ക്യാൻസൽ ചെയ്ത് ബാക്കി 1 ഈക്വൽ ടു 0. 3A പ്ലസ് B ഈക്വൽ ടു ഈ വണ്ണം കൂടി പോകുമ്പോൾ -1 അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 കിട്ടി. അപ്പോൾ നമ്മൾ ഏത് ടൈപ്പാണ് ചെയ്യുന്നത്, പെയർ ഓഫ് ഇക്വേഷൻ ചെയ്ത് അതേ കാര്യം തന്നെ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ. അപ്പോൾ ഈ 2 ഇക്വേഷനുകൾ നോക്കിയാൽ ഒന്ന് A പ്ലസ് B ഈക്വൽ ടു -3, അടുത്ത 3A പ്ലസ് B ഈക്വൽ ടു -1 അല്ലേ. ഇവിടെ നോക്കിയാൽ ബിയുടെ രണ്ടിൻ്റെയും കോഎഫിഷ്യൻറ്റ് സെയിം ആണ് അല്ലേ, രണ്ടും ഒന്നാണ്. പക്ഷേ എയുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് എനെ കളയാൻ പറ്റില്ല. പിന്നെ നമുക്ക് കളയാൻ ചാൻസ് ആരാണ്, ബിയെ കളയാം അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കളയുക, അപ്പോൾ നമ്മൾ ചിഹ്നം നോക്കണം. ചിഹ്നം ഏതാണ്, ഇവിടെ പ്ലസ് ഇവിടെ പ്ലസ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒന്നിൽ നിന്ന് മറ്റേത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പോകും. ഇനി ചിഹ്നം വ്യത്യസ്തമാണെങ്കിലോ തമ്മിൽ കൂട്ടണം അല്ലേ. അതൊക്കെ നമ്മൾ വിശദമായിട്ട് ആ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം നോക്കിയാൽ നമ്മുടെ ഇക്വേഷൻ 3A പ്ലസ് B ഈക്വൽ ടു -1. ഇത് നമ്മളെ രണ്ടാമത്തെ ഇക്വേഷനാണ്. ഇനി ഒന്നാമത്തെ ഇക്വേഷൻ A പ്ലസ് B ഈക്വൽ ടു -3. ഇത് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നോക്കിയാൽ ഇവിടെ സെയിം ആണ് അല്ലേ. സെയിം ആയതുകൊണ്ട് ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ചിഹ്നങ്ങൾ സെയിം ആയതുകൊണ്ട് നമ്മൾ മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ ചിഹ്നങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 1നെ മൈനസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും, ഇതിൽ നിന്ന് ഇത് കുറയ്ക്കണം. 3A ന്ന് 1A കുറച്ചാൽ 2A, B ന്ന് B കുറച്ച് കഴിഞ്ഞാൽ 0 ഈക്വൽ ടു -1 മൈനസ് -3. അവിടെ ശ്രദ്ധിക്കണം, നമ്മൾ -1ൽ നിന്ന് കുറയ്ക്കണം -3. അപ്പോൾ എന്തോരും, -1 2 മൈനസ് 1 പ്ലസ് 3 അല്ലേ. അതായത് 2 നിന്ന് ആൻസർ കിട്ടുക, അവിടെ തെറ്റിക്കരുത്. അപ്പോൾ 2A ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ A ഈക്വൽ ടു 2/2 ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ കിട്ടി അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, എയുടെ വാല്യൂ ഇതിൽ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ഏതാണ്, A പ്ലസ് B ഈക്വൽ ടു -3 അല്ലേ. ആ ഇക്വേഷനിൽ നമ്മൾ എയുടെ വാല്യൂ കൊടുക്കാം. അപ്പോൾ A പ്ലസ് B ഈക്വൽ ടു -3. എയുടെ വാല്യൂ 1 അല്ലേ. അപ്പോൾ 1 പ്ലസ് B ഈക്വൽ ടു -3. അപ്പോൾ B ഈക്വൽ ടു എന്ത് വരും, -3. ഇതൊന്ന് അങ്ങോട്ട് പോകുമ്പോൾ -1, അതായത് -4. അപ്പോൾ നമുക്ക് ആദ്യം സിയുടെ വാല്യൂ കിട്ടി, അതിനുശേഷം എ എത്രയാണെന്ന് കണ്ടുപിടിച്ചു അല്ലേ. എയുടെ വാല്യൂ നമുക്ക് കിട്ടി, ഇപ്പം നമുക്ക് ബിയുടെ വാല്യൂ കിട്ടി. അപ്പോൾ ഇനി നമുക്ക് എളുപ്പത്തിൽ പോളിനോമിയൽ എഴുതാം അല്ലേ. അതായത് P of x ഈസ് ഈക്വൽ ടു എന്താണ്, AX². എയുടെ വാല്യൂ 1 അല്ലേ, എയുടെ വാല്യൂ 1. അപ്പോൾ 1x² പ്ലസ് BX അല്ലേ. ബിയുടെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ബിയുടെ വാല്യൂ -4 അല്ലേ. അപ്പം -4x. ഇനി പ്ലസ് സിയുടെ വാല്യൂ എത്ര കിട്ടി, 3 അല്ലേ. അപ്പോൾ പ്ലസ് 3. ഇതാണ് നമ്മുടെ പോളിനോമിയൽ. ഈ പോളിനോമിയലിൻ്റെ ഗ്രാഫാണ് ഇത്. അപ്പോൾ ഇത് ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് അടുത്ത ചോദ്യം ചെയ്ത് നോക്കാം.
അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഗ്രാഫ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഇത് രണ്ടാകൃതിയിലുള്ള പോളിനോമിയലാണ്. അതുകൊണ്ട് എന്ത് ചെയ്താം, ആദ്യം തന്നെ പി ഓഫ് എക്സ് സീക്വൽ ടു എന്ത് വരും, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി അത് എഴുതി. ഇനി നമുക്ക് എയുടെ വാല്യൂ കിട്ടണം, ബിയുടെ വാല്യൂ കിട്ടണം, സിയുടെ വാല്യൂ കിട്ടണം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞു സിയുടെ വാല്യൂ ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി, പി ഓഫ് എക്സിന് പകരം പി ഓഫ് 0, അതായത് എക്സിന് 0 കൊടുക്കുമ്പോൾ എന്താണ് വാല്യൂ കിട്ടുന്നതെന്ന് നോക്കതിൽ. അപ്പോൾ ഇതാണ് എക്സ്, എക്സിൻ്റെ വില 0 അല്ലേ, 0 കൊടുക്കുമ്പോൾ ഈ ഗ്രാഫ് നോക്കിയേ, അതിൽ പി ഓഫ് എക്സിൻ്റെ ഗ്രാഫാണിത്. പി ഓഫ് എക്സിൻ്റെ വാല്യൂ എത്ര വരുന്നത്, 4 അല്ലേ. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് 4. അപ്പോൾ പി ഓഫ് 0 എന്ന് പറയുന്നത് 4. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇനി എക്സിന് പകരം 0 കൊടുക്കുക അല്ലേ. അതായത് എ ഇൻറ്റു 0 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 0 പ്ലസ് സി സീക്വൽ ടു 4. അപ്പോൾ ഇതൊക്കെ 0 ആയിപ്പോയി അല്ലേ, 0 ആയിപ്പോയി. അതായത് സി സീക്വൽ ടു 4 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എക്സിന് നോക്കിയാൽ, എക്സിന് 1 കൊടുക്കുമ്പോൾ എന്താ വാല്യൂ കിട്ടുമെന്ന് നോക്കിയാൽ, പി ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ് വരുന്നത്, 0 അല്ലേ. അപ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ 0. അപ്പോൾ നമുക്ക് ആദ്യം അടുത്ത അത് എഴുതാം, പി ഓഫ് എക്സിന് 1 കൊടുക്കുമ്പോൾ അല്ലേ, പി ഓഫ് 1 സീക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമ്മൾ എക്സിന് എന്ത് കൊടുക്കുക, പകരം 1 കൊടുക്കുക. അപ്പോൾ എ ഇൻറ്റു എക്സ് സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 1 പ്ലസ് സി സീക്വൽ ടു 0. അത് എ ഇൻറ്റു 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു 1 ബി പ്ലസ് സി, സിയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാണ്, 4 സീക്വൽ ടു 0. അതായത് എ പ്ലസ് ബി സീക്വൽ ടു ഈ 4 അങ്ങോട്ട് പോകുമ്പോൾ -4. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത നോക്കിയാൽ 1 കൊടുത്തു കഴിഞ്ഞു അല്ലേ. നമ്മൾ 2 കൊടുക്കുമ്പോൾ എന്താണ് വാല്യൂ വരുന്നത്, 2 കൊടുക്കുമ്പോഴും നമുക്ക് നോക്കിയാൽ ഇവിടെ എന്താ വരുന്നത്, 0 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ എക്സിന് 2 കൊടുക്കുമ്പോഴും 0 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ പി ഓഫ് 2 അതും 0 തന്നെ. അതായത് എ ഇൻറ്റു 2 സ്ക്വയർ 1ന് പകരം 2 കൊടുത്തു പ്ലസ് ബി ഇൻറ്റു 2 പ്ലസ് സി സീക്വൽ ടു 0. എ ഇൻറ്റു 2 സ്ക്വയർ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു എ 4a പ്ലസ് ബി ഇൻറ്റു 2 2b പ്ലസ് സി സീക്വൽ ടു 0. അപ്പോൾ നമുക്കിവിടെ സിക്ക് പകരം എന്ത് കൊടുക്കാം, സിക്ക് പകരം 4 കൊടുക്കാം അല്ലേ, 4 സീക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ 4a പ്ലസ് 2b പ്ലസ് 4 അല്ലേ. അപ്പോൾ അതിന് നമുക്കൊന്ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എല്ലാത്തിനും. അപ്പോൾ നമുക്ക് എന്ത് മാറ്റാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ തോന്നും 2a പ്ലസ് 2 ക്യാൻസൽ ചെയ്ത് പോയി അല്ലേ. അപ്പോൾ 1b ഉള്ള b പ്ലസ് 4/2 2 സീക്വൽ ടു 0. അപ്പോൾ ഇതിനെ നമുക്കിനി 2a പ്ലസ് ബി സീക്വൽ ടു ഈ 2 അങ്ങോട്ട് പോകുമ്പോൾ -2. ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മളെന്ത് ചെയ്യുക, ഇതിൽ നിന്ന് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ എന്താണ്, 2a പ്ലസ് ബി സീക്വൽ ടു -2 അല്ലേ. പിന്നെ കിട്ടിയ ഇക്വേഷൻ ഏതാണ്, എ പ്ലസ് ബി സീക്വൽ ടു -4. ഇത് നിങ്ങൾ അടിയിലും മുകളിലും തിരിച്ചു വെച്ചാലും കുഴപ്പമൊന്നുമില്ല, എങ്ങനെയാണെങ്കിലും എഴുതിക്കോ. അപ്പോൾ കൂടുതൽ നല്ലത് വലുത് ഏതാണോ അത് വലിയ സംഖ്യ ആണെങ്കിൽ മുകളിൽ എഴുതുമ്പോൾ നമുക്ക് കുറയ്ക്കാൻ ഒത്തിരി കൂടി സൗകര്യം നമുക്ക് തോന്നും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2 അല്ലേ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഇനി എന്ത് വേണം, ഏതാണ് ഇതിൽ നമുക്ക് പോകാൻ പറ്റുക, നമുക്ക് കളയാൻ പറ്റുക ഏതാണ്, 2നെ കളയാൻ പറ്റില്ല, സോറി എനെ കളയാൻ പറ്റില്ല. എന്താണ്, ഇവിടെ 2ഉം ഇവിടെ 1 അല്ലേ. അപ്പോൾ അത് പോവില്ല. പിന്നെയോ ബിക്ക് ഇവിടെ 1 കോഎഫിഷ്യൻ്റ് 1 ആണ്, ഇവിടെയും 1 ആണ്. അപ്പോൾ ബീനെ നമുക്ക് ഒഴിവാക്കാം. എങ്ങനെ ഒഴിവാക്കേണ്ടി വരും, ചിഹ്നം നോക്കാം, ചിഹ്നം രണ്ടും പോസിറ്റീവാണ്. അപ്പോൾ എന്ത് ചെയ്യുക, 1ൽ നിന്ന് അടുത്തത് മൈനസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ബി ഒഴിവായി പോകും. അപ്പോൾ നമുക്ക് എഴുതാം, ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 1നെ മൈനസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും, 2a മൈനസ് എന്ന് വെച്ചാൽ 1a അല്ലേ. ബിയിൽ നിന്ന് ബി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0 സീക്വൽ ടു. ഇനി നോക്കിയാൽ -2 മൈനസ് കുറയ്ക്കണം -4 അല്ലേ. അതായത് -2 കുറയ്ക്കണം -4 ഇങ്ങനെയാണ് വരുന്നത്. അതായത് -2 2 മൈനസ് 1 കഴിഞ്ഞാൽ +4. അപ്പോൾ എന്ത് വരും, 2. അപ്പോൾ നമുക്ക് എ സീക്വൽ ടു എന്ത് കിട്ടി, 2. അപ്പോൾ നമുക്കിവിടെ എയുടെ വാല്യൂ കിട്ടി 2, സിയുടെ വാല്യൂ കിട്ടി 4.
ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ എയുടെ വാല്യൂ ഏതിലേക്ക് ഇടണം, ആദ്യത്തെ ഇക്വേഷനിലോട്ട് കൊടുത്താൽ മതി. ആദ്യത്തെ ഇക്വേഷൻ ഏതാണ്, എ പ്ലസ് ബി. എ പ്ലസ് ബി സീക്വൽ ടു -4. എയുടെ വാല്യൂ എത്രയാണ് 2. അപ്പോൾ 2 പ്ലസ് ബി സീക്വൽ ടു -4. അപ്പോൾ ബി സീക്വൽ ടു ദൂരം -4, ഇതങ്ങോട്ട് പോകുമ്പോൾ -2 സീക്വൽ ടു -6. അപ്പോൾ എയും ബിയും സിയും കിട്ടി അല്ലേ. ഇപ്പം ഇനി നമുക്ക് പോളിനോമിയൽ എഴുതിക്കൂടെ. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് സീക്വൽ ടു AX². എയുടെ വാല്യൂ 2 അല്ലേ. അപ്പോൾ 2x² പ്ലസ് BX. ബിയുടെ വാല്യൂ -6 അല്ലേ. അപ്പോൾ -6x പ്ലസ് സി പ്ലസ് 4. ക്ലിയർ ആയില്ലേ. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫാണ് ഇത്. അപ്പോൾ ഓക്കെ അല്ലേ. അപ്പോൾ നമുക്കിനി മൂന്നാമത്തത് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഗ്രാഫ് അല്ലേ. അപ്പോൾ ഇത് നമുക്കറിയാം ഒരു സെക്കൻഡ് ഡിഗ്രിയിലുള്ള പോളിനോമിയലാണ്. അതുകൊണ്ട് അതിൻ്റെ പൊതുവായ രൂപം എന്താണ്, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു AX² പ്ലസ് BX പ്ലസ് സി. അപ്പോൾ ആദ്യം നമ്മൾ അത് എഴുതി. ഇനി എന്ത് വേണം, എയും ബിയും സിയും കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് സി കണ്ടുപിടിക്കുക. സി കണ്ടുപിടിക്കാൻ എന്ത് വേണം, എക്സിന് 0 കൊടുക്കുക അല്ലേ. അപ്പോൾ പി ഓഫ് 0. എക്സിന് 0 കൊടുക്കുമ്പോൾ എന്താണ് വാല്യൂ കിട്ടുന്നത് നോക്കിയേ. എക്സിന് 0 കൊടുക്കുമ്പോൾ വാല്യൂ എന്താ വരുന്നത്, ഗ്രാഫിൻ്റെ വാല്യൂ നോക്കിയാൽ പി ഓഫ് എക്സ് -3 അല്ലേ. അപ്പോൾ -3 കിട്ടുന്നത്. അപ്പോൾ പി ഓഫ് 0 ഇസ് ഈക്വൽ ടു -3. അപ്പോൾ ഇവിടെ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കാം, 0 കൊടുക്കാം അല്ലേ. അതായത് ഇതൊക്കെ നമുക്ക് എന്തായി പോകും, 0 ആയി പോകും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എങ്ങനെ എഴുതിയിടാം, A × X², അതായത് 0² പ്ലസ് B × 0 പ്ലസ് സി സീക്വൽ ടു -3. അപ്പോൾ ഇതൊക്കെ 0 ആയി അല്ലേ. ബാക്കി എന്ത് വരുന്നു, സി സീക്വൽ ടു -3. അപ്പോൾ നമുക്കിവിടെ സിയുടെ വാല്യൂ കിട്ടി -3 അല്ലേ. ഇനി എയും ബിയും കണ്ടുപിടിക്കണം. അപ്പോൾ ഇനി അടുത്ത് നോക്കാം, എക്സിന് 1 കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ പി ഓഫ് എക്സിൻ്റെ വാല്യൂ എത്ര വരുന്നത് നോക്കിയാൽ. പി ഓഫ് എക്സ് എവിടെ മുട്ടും നോക്കിയാൽ, ഇവിടെ 0 ഇല്ല അല്ലേ. അപ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ 0. അപ്പോൾ നമുക്ക് എഴുതാം പി ഓഫ് 1 അല്ലേ. 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടി നമുക്ക്, 0. അതായത് നമുക്ക് എന്ത് ചെയ്യാം, എക്സിന് പകരം 1 കൊടുക്കുക അല്ലേ. അതായത് A × 1² പ്ലസ് B × 1 പ്ലസ് സി സീക്വൽ ടു 0. അപ്പോൾ ഇവിടെ A × 1², അതായത് 1 × A പ്ലസ് B × 1 B പ്ലസ് സിയുടെ വാല്യൂ നമുക്കറിയാം എത്രയാണ്, -3 അല്ലേ. അപ്പോൾ -3 സീക്വൽ ടു 0. ഇനി നമുക്കതിൽ നിന്ന് A പ്ലസ് ബി എന്ത് വരും, A പ്ലസ് ബി സീക്വൽ ടു ഈ -3 അങ്ങോട്ട് പോകുമ്പോൾ +3 ആയി അല്ലേ. അപ്പോൾ A പ്ലസ് ബി സീക്വൽ ടു 3. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1. ഒക്കെ ഒരേ ടൈപ്പ് തന്നെ ചെയ്യുന്നത്, അതിനോട് ഒരു വ്യത്യാസവും ഇല്ല. ഇനി അടുത്ത് നോക്കിയാൽ 2 കൊടുക്കുമ്പോൾ എത്ര വാല്യൂ വരുന്നത്, നമുക്ക് 1 കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് എഴുതാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, 3 കൊടുക്കുമ്പോൾ നമുക്ക് വീണ്ടും 0 കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് എഴുതാം, ഏത് വേണമെങ്കിലും എഴുതിക്കോളൂ. അപ്പോൾ നമുക്ക് നോക്കിയാൽ പി ഓഫ്, ഇപ്പോൾ 3 എഴുതാണെങ്കിൽ പി ഓഫ് 3 സീക്വൽ ടു 0. അപ്പോൾ ഇവിടെ A × 3 അല്ലേ, 3² പ്ലസ് B × 3 പ്ലസ് സി സീക്വൽ ടു 0. അപ്പോൾ ഇനി A × 3² അല്ലേ. 3² തന്നെ 9, 9 × A 9A പ്ലസ് 3 × B 3B പ്ലസ് സിയുടെ വാല്യൂ നമുക്കറിയാം എത്രയാണ്, -3 സീക്വൽ ടു 0. അതായത് 9A പ്ലസ് 3B പ്ലസ് -3 അല്ലേ. അതായത് പ്ലസ് ഇൻറ്റു മൈനസ് അപ്പോൾ -3 സീക്വൽ ടു 0. ഇനി നമുക്കിവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ നോക്കിയാൽ ഒന്നുകൂടി ഇതിനെ വെട്ടിച്ചെറുതാക്കാമല്ലോ. അതായത് ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇതിനെയും ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 9/3 എന്ന് പറഞ്ഞാൽ 3A പ്ലസ് ഇവിടെ 3/3 വെട്ടിപ്പോയി അല്ലേ. ബാക്കി ഒരു ബി ഉള്ളൂ, ബി പിന്നെ 3 ക്യാൻസൽ ചെയ്ത് ബാക്കി 1 അല്ലേ. -1 സീക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 3A പ്ലസ് ബി സീക്വൽ ടു ഈ ഒന്ന് അങ്ങോട്ട് പോകുമ്പോൾ +1 ആയി. നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇക്വേഷൻ നമ്പർ 2 അല്ലേ. അപ്പോൾ അത് 3A പ്ലസ് ബി സീക്വൽ ടു 1. അത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2 ആണ്. A പ്ലസ് ബി സീക്വൽ ടു 3. അത് ഇക്വേഷൻ നമ്പർ 1. ഇനി ഏതാ പോകാൻ പറ്റുക, നമുക്ക് കളയാൻ പറ്റിയ ഇതിനാണ്, ബീനെ കളയാൻ പറ്റുള്ളൂ അല്ലേ.
ഇവിടെ നോക്കിയാൽ ചിഹ്നം ഒരേ ചിഹ്നം തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒന്നിൽ നിന്ന് മറ്റേത് മൈനസ് ചെയ്ത് കളയാം അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 നിന്ന് ഇക്വേഷൻ നമ്പർ 1 മൈനസ് ചെയ്യുന്നു. അപ്പോൾ 3a നിന്ന് 1a പോയി കഴിഞ്ഞാൽ 2a, ബിയിൽ നിന്ന് ബി പോയി കഴിഞ്ഞാൽ 0 സീക്വൽ ടു. ഇനി ഇവിടെ നോക്കിയാൽ 1 മൈനസ് 3 അല്ലേ. 1 മൈനസ് 3, 1ൽ നിന്ന് 3 കുറയ്ക്കുന്നു, അതായത് എന്ത് വരും, -2 അല്ലേ. അപ്പോൾ ഇവിടെ 2a ഈക്വൽ ടു -2. അപ്പോൾ a ഈക്വൽ ടു എന്ത് വരും, -2/2 ഈക്വൽ ടു -1. ഇപ്പോൾ നമുക്ക് എയുടെ വാല്യൂ കിട്ടി -1 അല്ലേ. ഇനി നമ്മുടെ ഏറ്റവും സിമ്പിൾ ഇക്വേഷൻ ഏതാണ്, a + b ഈക്വൽ ടു 3. ആ ഇക്വേഷനിൽ നമുക്ക് എയുടെ വാല്യൂ കൊടുക്കാം, a + b ഈക്വൽ ടു 3. എയുടെ വാല്യൂ -1 അല്ലേ. അപ്പോൾ -1 + b ഈക്വൽ ടു 3. അപ്പോൾ b ഈക്വൽ ടു 3, ഇതങ്ങോട്ട് പോകുമ്പോൾ +1 അല്ലേ, +1 ഈക്വൽ ടു 4. അപ്പോൾ നമുക്ക് ബിയുടെ വാല്യൂ കിട്ടി 4 അല്ലേ. അപ്പോൾ ഇനി നമുക്ക് പോളിനോമിയൽ എഴുതിക്കൂടെ, p of x ഈക്വൽ ടു ax². എയുടെ വാല്യൂ എത്രയാണ്, -1 അല്ലേ. അപ്പോൾ ax² എന്ന് വെച്ചാൽ -1x², അതായത് -x² പ്ലസ് bx, ബിയുടെ വാല്യൂ 4, അപ്പോൾ +4x പ്ലസ് സിയുടെ വാല്യൂ -3 അല്ലേ, അപ്പോൾ -3. അപ്പോൾ ഇതാണ് നമ്മുടെ പോളിനോമിയൽ. അപ്പോൾ ഇനി നമുക്ക് അതിലുള്ളത് ഒരു പ്രോജക്റ്റാണ്, അത് നമ്മൾ ചെയ്തിട്ടുള്ള അതേ രൂപത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ